ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഷാജിദയുടെ വിഷയമാണ്. അവൾ നിർത്താമെന്ന് വിചാരിക്കുമ്പോൾ വീണ്ടും വീണ്ടും അവൾ ഓരോന്ന് പറഞ്ഞിട്ട് കണ്ടൻറ്റ് അവൾ ഇട്ട് തരികയാണ് ചെയ്യുന്നത്. ഓരോ ഇൻ്റർവ്യൂവിലും ഓരോന്ന് മാറ്റി മാറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അവൾക്ക് ഒരുപാട് പ്രപ്പോസലൊക്കെ വന്ന് നിൽക്കുന്നു. ആ കൂട്ടത്തിൽ ഉസ്താദും കൂടി ഉണ്ട്. ഉസ്താദ് പ്രപ്പോസലായിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് കണ്ട് തള്ളി മറിക്കുന്നത്. അതെന്തായാലും നമുക്കൊന്ന് കേട്ടിട്ട് വരാം. എനിക്കിപ്പോഴും പ്രപ്പോസ് വരുന്നുണ്ട്. ഇപ്പോഴും ഈ പ്രശ്നം കഴിഞ്ഞിട്ടും ഇത്രയും പ്രശ്നങ്ങൾ അറിഞ്ഞിട്ടും പ്രപ്പോസ് വരുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴും വന്ന് കിടക്കുന്നുണ്ട് പ്രപ്പോസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്കൊക്കെ ഇപ്പം മനസ്സിലാക്കാമല്ലോ, ഒരു ചെക്കൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ കറങ്ങി ഇവൾ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവർ വരുന്നവര് പ്രപ്പോസ് കൊണ്ട് വരുന്ന ആൾക്കാർ ഇപ്പോൾ നെഗറ്റിവിറ്റി ചിന്തിക്കാമല്ലോ. അങ്ങനെ ചിന്തിക്കാത്ത ആൾക്കാർ പ്രപ്പോസും കൊണ്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ അതാ പറയുന്നത്, നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവർ മാത്രമേ ചിന്തിക്കുള്ളൂ. പ്രപ്പോസ് വന്നിട്ട് ഇപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ 2-3 പ്രപ്പോസ് ഇപ്പോൾ വന്ന് കിടക്കുന്നുണ്ട്. കല്യാണം കഴിക്കാൻ റെഡിയാണ്. അപ്പം ഞാൻ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ അവർ യൂട്യൂബേഴ്സ് കാണാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഉസ്താദ് പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നത്. ആ ഉസ്താദാണ് എനിക്ക് പ്രപ്പോസ് കൊണ്ട് വന്നിരിക്കുന്നത്. കല്യാണം കഴിയാത്ത ഒരാളാണ്. 27 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ കല്യാണം പ്രപ്പോസ് കൊണ്ട് വന്നിട്ട് അവൾക്ക് ആലോചനയായിട്ട് വരുന്ന ചെക്കന്മാരെല്ലാം 27 വയസ്സൊക്കെ ഉള്ളൂ. അതാണ് ഇപ്പൊ പ്രപ്പോസൽ വന്ന ആളും 27 വയസ്സുള്ള ഈ ഏജിലുള്ള ആൾക്കാരെ സാജിദക്ക് മാത്രം ഇത്ര ചെറിയ പ്രായമുള്ള പയ്യന്മാരെ എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അപ്പൊ ഞാൻ എന്നെ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് വേറൊരു ഇപ്പൊ കല്യാണം കഴിയാത്ത ഒരാളെ വരുമ്പോ തന്നെ ഞാൻ ചോദിക്കാറുണ്ട്, അതെങ്ങനെ അവർക്ക് വേറെ ആരെയും വേണ്ട, നീ ഐശ്വര്യ റോയ് അല്ലേ, അതുകൊണ്ട് അവർക്കൊക്കെ നിന്നെ മതി, നിങ്ങൾക്ക് വേറെ കല്യാണം നോക്കിക്കൂടെ, എന്തിനാ എൻ്റെ പിന്നാലെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞ് 5 മക്കളുണ്ട്, 32 വയസ്സായി എന്നൊക്കെ പറഞ്ഞാലും അവര് ഞങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ, പിന്നെ എന്താ നിനക്ക് പ്രശ്നം എന്നാണ് ചോദിക്കണത്. അപ്പൊ എനിക്കും പ്രശ്നമല്ല, ഈ വരുന്ന ആൾക്കാർക്കും പ്രശ്നമില്ല, കാണുന്നവർക്ക് മാത്രമാണ് പ്രശ്നം. അപ്പൊ അവന്മാർക്കായിരിക്കും വട്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വിചാരിച്ചു നിനക്കാ വട്ടെന്ന്. ഇപ്പൊ ഷറഫലി മാത്രമുള്ള ഒരു സുഹൃത്തായിട്ട് അല്ലെങ്കിൽ വേറെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടോ? ഉണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. സുഹൃത്ത് കുറച്ച് കൂടുതൽ അടുപ്പവും കാര്യങ്ങളും പേഴ്സണൽ ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ ഇവനായിട്ട് പറയും. പിന്നെ മെയിൻ ആയിട്ട് ഒരാളുണ്ട്, അവനായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാം കേട്ടോ. അത് സത്യം. അപ്പൊ മെയിനായിട്ട് വേറെ ആളുണ്ടോ? അവൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയാം. അതാണ് അവൻ അല്ല, ഷറഫലിനെ കാട്ടി ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ആളുണ്ടായിരുന്നു, ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇൻസ്റ്റ വഴി പരിചയപ്പെട്ട തന്നെ. പക്ഷെ അവൻ എനിക്ക് ഇപ്പോഴും സപ്പോർട്ട്. വേറൊരു അങ്ങനെ പുള്ളിയുടെ വോയിസ് റെക്കോർഡ്സ് വരുന്നതും പുള്ളി സാജിദയ്ക്ക് പ്രപ്പോസ് ആയിട്ട് വന്നതാണ്. അതെനിക്കൊരു പ്രപ്പോസ് ആയിട്ട് വന്നതാണ്. അതുപോലെ ഞാൻ പറയാണ്ട് തന്നെ അയാൾ എന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ട ആളാണ്. പിന്നെ അങ്ങനെ ക്യാഷ് ഇട്ട് തന്ന് അത് കഴിഞ്ഞ് അവിടെ ചോദിക്കുകയൊന്നും വേണ്ട, എല്ലാവരും പൈസ അങ്ങ് അവളെ അക്കൗണ്ടിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്ത് ട്രിക്കാടിയത്. എല്ലാവർക്കും പൈസ കൊടുത്തിട്ട് അയാൾ തന്നെ എന്നോട് പറഞ്ഞു, ഇങ്ങനെ വേറൊരു പെണ്ണിന് പൈസ കൊടുത്തിട്ടുണ്ട്, ഞാൻ 3 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്, ഫോൺ കൊടുത്തിട്ടുണ്ട്, അതുപോലെ അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ എല്ലാം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി അയാള് പൈസയും കൊണ്ട് ഇങ്ങനെ പറയുന്ന ഒരു ക്യാരക്ടർ. പിന്നെ പേഴ്സണലായിട്ട് സംസാരിച്ച ഒരു സംഭവം യൂട്യൂബിൽ എടുത്തിട്ടത് അയാള് ശരിക്കും പറഞ്ഞാൽ മോശം ചെയ്തതാണ്. മോശം ചെയ്തല്ലടി, നീ അയാളെ പൈസ കുറെ മേടിച്ചില്ലേ? എന്നിട്ട് നീ കാല് മാറിയപ്പോൾ അയാൾക്ക് ദേഷ്യം വന്ന് എടുത്തിട്ടതായിരിക്കും സോഷ്യൽ മീഡിയയിൽ. കാരണം എന്റെ വോയിസും കാര്യങ്ങളും ഞാൻ അയാളെ വിശ്വസിച്ചിട്ട് ചെയ്തൊരു സംഭവം അയാൾ സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ടു. അതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നെ അയാൾക്ക് കൊടുക്കാനുള്ള ക്യാഷ് എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കാന്നുള്ളൊരു ഡേറ്റ് അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞിട്ടും കേൾക്കാണ്ട് അയാൾ കുറെ ആൾക്കാരെ യൂട്യൂബേഴ്സിനൊക്കെ ഇത് അയച്ചു കൊടുത്ത് സീൻ ഉണ്ടാക്കിയ ഒരാളാണ്. ഇയാളോട് ഈ സമയത്ത് ഷറഫലിയായിട്ടും റൌഫായിട്ടും കോൺടാക്ട് ഉണ്ടോ? റൌഫ് എന്നെ പ്രപ്പോസ് ചെയ്ത സംഭവമാണല്ലോ. അപ്പൊ ഷറഫലിനെ പറഞ്ഞിട്ടുണ്ട്. ഷറഫലിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ വയനാട്ടിൽ പോയ ടൈമില് ഇങ്ങനെ ഒരാൾ വിളിക്കുന്നുണ്ട്, ശല്യാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊരിക്കൽ കോള് വന്നപ്പോൾ അവനടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ജ്വല്ലറി പോയിട്ട് ചെയിൻ എടുത്ത് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അതിന് ശേഷം എനിക്ക് വന്ന പൈസയിലാണ് ഞാൻ സംഭവം ഇതൊക്കെ എടുത്തത്. പിന്നെ ശരിക്കും പറഞ്ഞ പേരൊക്കെ ചോദിച്ചതും നെയിം അടിക്കാനൊക്കെ പറഞ്ഞത് ഞാൻ അയാളുടെ അടുത്ത് വെറുതെ ചോദിച്ചതാണ്. ഒരു മേയർ കാണിച്ച് 2 പേരെ പറ്റിച്ച് പൈസ വാങ്ങിച്ചു. ഇനി ആരെയൊക്കെ വാങ്ങിച്ചോ എന്തോ ആർക്കറിയാം. പിന്നെ അവിടെ ഉള്ള ഒരു ലോക്കറ്റിന്റെ ഒരു സംഭവം എടുത്തിട്ട് ഈ ചെയിനിലിട്ടിട്ട് ഇങ്ങനെ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് കാണിച്ചു. അയാൾ ചോദിച്ചു അത് വേറെ ഏതോ ആളുടെ ലോക്കറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടതാണ്, ജസ്റ്റ് ഇട്ടെന്നുള്ളൂ. നീ ചോദിക്കാതെ നിനക്ക് കാശ് അയച്ചപ്പോൾ നീ അത് തിരിച്ചു കൊടുക്കണമായിരുന്നു, അതായിരുന്നു വേണ്ടത്. അതെന്താ നീ ചെയ്യാഞ്ഞത്? അപ്പോൾ നിനക്ക് പൈസ വേണം എല്ലാവരുടെയും. പിന്നെ ഷറഫലിനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ അവന്റെ ലോക്കറ്റിൽ പേരടിച്ചു എന്നുള്ളൂ. അപ്പൊ കാട്ടി ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ആളുണ്ടായിരുന്നു, ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇൻസ്റ്റ വഴി പരിചയപ്പെട്ട തന്നെ. പക്ഷെ അവൻ എനിക്ക് ഇപ്പോഴും സപ്പോർട്ടീവായിട്ട് സംസാരിക്കും, പറഞ്ഞിട്ട് സപ്പോർട്ടായിട്ട് സംസാരിക്കുന്ന അങ്ങനത്തെ ഒരാളുണ്ടായിരുന്നു. ഉണ്ട്, ഇപ്പോഴും കോണ്ടാക്റ്റിലുണ്ട്. ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവനും ഉണ്ട് ഇവനും ഉണ്ട്. ഇനി ആരൊക്കെ ഉണ്ട് കേൾക്കട്ടെ.
അപ്പൊ അവനാണ് അവന്റെ അടുത്ത് ശരിക്കും പറഞ്ഞ ഒരു സുഹൃത്ത് എന്ന നിലയ്ക്ക് എല്ലാ കാര്യങ്ങളും. ഷറഫ് അലിക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞ ദേഷ്യം വരും, ചൂടാവും, ചിലപ്പോൾ ഫോൺ കട്ടാക്കിയിട്ട് പോകും, ബ്ലോക്ക് ആക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര മോശം ക്യാരക്ടറാണ്, മോശം ക്യാരക്ടർ. അവരെന്നോട് ചോദിക്കാണ്, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ, ചെറിയ ചെക്കനെ കല്യാണം കഴിക്കാൻ കിട്ടുള്ളൂ, നിനക്ക് എന്താ കുറച്ച് പ്രായമായ ആളിനെ കല്യാണം കഴിക്കാൻ. ഞാൻ പറയട്ടെ, ഞാൻ വയസ്സായ ആൾക്കാരെ കല്യാണം കഴിക്കണമെന്ന് എന്താ അത്ര നിർബന്ധം? ഞാൻ ചെറിയ ചെക്കനെ കെട്ടിയാൽ എന്താ എനിക്ക് പറ്റില്ലേ? എനിക്കിപ്പോൾ 32 വയസ്സ്, ഒരു 26, 27 വയസ്സായ ചെക്കന്മാരെ കല്യാണം കഴിച്ചു പറഞ്ഞിട്ട് അവർക്ക് പ്രശ്നമില്ലെങ്കിൽ ഞാൻ അവരുടെ കല്യാണം കഴിക്കണതിൽ എന്താ പ്രശ്നം? അതിലും കുറച്ച് അസൂയ പിടിച്ച തള്ളമാര് വിളിച്ചിട്ട് എനിക്കിങ്ങോട്ട് വന്നില്ലേ ദേഷ്യം. ഞാൻ പറഞ്ഞു, അത് എൻ്റെ ഇഷ്ടമാണ്, ഞാൻ ആരിനെ കല്യാണം കഴിക്കണം ആരിനെ കല്യാണം കഴിക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, എൻ്റെ ലൈഫാണ്. ഇപ്പൊ സംഭവം അങ്ങനെയൊന്നല്ല. ഇപ്പൊ ഒക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പിന്നെ കറക്കാണ്, പിന്നെ എല്ലാം കഴിയും. ഇപ്പൊ ഏതൊരു പെൺകുട്ടിയും പെർഫെക്റ്റ് അല്ല, ഏതൊരു ആൺകുട്ടിയും പെർഫെക്റ്റ് അല്ല. നീ വിചാരിച്ച എല്ലാവരും നിന്നെ പോലെയാണെന്ന്? എല്ലാവരും അങ്ങ് കറങ്ങാൻ നടക്കുകയാണോ നിൻ്റെ കണക്ക്? നീ എല്ലാ പെണ്ണുങ്ങളും നിൻ്റെ കണക്കാണെന്ന് നീ വിചാരിക്കരുത് കേട്ടോ. നിന്നെപ്പോലെ നീ മാത്രമേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട്. ഇങ്ങനെ വന്നിരുന്ന് ഓരോ ഇൻ്റർവ്യൂവിലോ തോന്നിയാസങ്ങൾ വിളിച്ച് പറയുക. ഇനിയെങ്കിലും നിർത്തിക്കൂടെ നിനക്കിതൊക്കെ? ഞാൻ പറയട്ടെ, ഇന്നത്തെ കാലത്ത് ചെക്കന്മാർക്ക് ചെറിയ പെൺകുട്ടികളല്ല വേണ്ടത്. അതിപ്പോ നിങ്ങൾ ഏത് തരത്തിലെടുത്ത് നോക്കിയാലും കാണാം, ഏത് കല്യാണം കഴിയാത്ത ചെക്കന്മാർക്കും കാണാം കല്യാണം കഴിഞ്ഞ ഒരു റിലേഷൻഷിപ്പ്, ഓരോ ആൾക്കാർ ഓരോ പെൺകുട്ടികളോടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും. 100ൽ 100% ഞാൻ പറയുന്നത് സത്യമാണ്. കാരണം ഓരോന്ന് പറയുന്നത് കേട്ടില്ലേ, പരസ്പര ബോധമില്ല. എന്തൊരു സൈസാണ്. അതെ, നിന്റെ അനുഭവമാണ് നീ ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ പിന്നാലെയാണ് ഈ ചെക്കന്മാര് നടക്കുന്നത്. നീ ഏത് ചെക്കന്മാരാണ് നടന്നാലും വിട്ട് ആർക്കും ഒന്നുമില്ല. പിന്നെ എല്ലാ പെണ്ണുങ്ങളെ നീ ആദ്യപ്പെടുത്തണ്ട കേട്ടോ, നിന്നെ പോലാണെന്ന് പറയണ്ട. ഇവൾക്ക് ഇത്രയും ചെക്കന്മാർ ഇങ്ങനെ പ്രപ്പോസ് കൊണ്ട് വരെ ഇവള് നോണ പറയാ, അങ്ങനെ പറഞ്ഞ ഷറഫ് അലി പറഞ്ഞ ഇവൻ 26 വയസ്സ്. ശരിക്കും പറഞ്ഞാൽ അവനെയൊക്കെ കാസർഗോഡിൽ അത്രയും പെൺകുട്ടികൾ, ഭംഗിയുള്ള പെൺകുട്ടികൾ കിടക്കുന്നത്. അവൻ ഈ പാലക്കാട് വന്നിട്ട് ഇപ്പൊ എന്നെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഇപ്പൊ ഈ വരുന്ന ആൾക്കാർക്കൊക്കെ കണ്ണൂരും കാസർഗോഡൊക്കെയാണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പൊ അവർക്കൊക്കെ ഈ കളറ് ഇതൊക്കെയാണ് ഓരോരുത്തരുടെ ഇത്. ഇത്ര കളറില്ല, അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. അതിലെല്ലാ കാര്യം അറിയണില്ല. ഇവിടെ കല്യാണം കഴിക്കാൻ ഇപ്പൊ ഉസ്താദ് ഉൾപ്പെടെ എല്ലാവരും ക്യൂവിലാണെന്നാ പറയുന്നത്. അവൻ നല്ല ഭംഗിയുണ്ട് കാണാൻ, ആള് കുഴപ്പമൊന്നുമില്ല, ഏജും കമ്മിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ വന്ന ആള് ഏജും കമ്മിയാണ്, കാണാൻ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ എനിക്ക് പ്രപ്പോസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവര് പറയണത് ഞാൻ ഇവരുടെയൊക്കെ എന്തോ ചെയ്ത് വീഴ്ത്തരുന്നത്. ഞാൻ ഒന്നും ചെയ്യണില്ല, ഞാൻ ശരിക്കും നോണ പറയില്ല ഒരിക്കലും. അവന് ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കാൻ റെഡിയാണ്. നീ നോണ പറയത്തില്ല, നീ സത്യം മാത്രമേ പറയാറുള്ളൂ. ഒരു ഇൻ്റർവ്യൂവിൽ അവിടെ പറയുന്നില്ല, ഇവിടെ പറയും. നിനക്കെന്താ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? നിനക്ക് തലയ്ക്ക് സുഖമില്ലേ? ഒന്നുമില്ല. പക്ഷെ എനിക്ക് അവന് ഇഷ്ടമാണ്, അവൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ റെഡി ആണെങ്കിൽ. കുറച്ച് മുമ്പേ അല്ലേ നീ പറഞ്ഞത് അങ്ങനെ കല്യാണത്തിലേക്ക് എത്തില്ല, കല്യാണം കഴിക്കത്തില്ലെന്ന്. ഇപ്പം നീ മാറ്റി പറയുന്നോടി? ശരിക്കും നിനക്ക് വട്ട് തന്നെയാണോടി? പറഞ്ഞു ഇപ്പം സപ്പോസ് ഷറഫ് അലീനെ കല്യാണം കഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ സാജിദക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രപ്പോസ് വന്നാലും മക്കൾ എന്നെ അടുത്ത് ചോദിക്കാം, അപ്പൊ ഷറഫ് അലിയോ ചെയ്യും. കാരണം അവർക്ക് അവനെ എപ്പോഴും വിളിക്കും, സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അറിയാലോ. അപ്പൊ അതിൻ്റെ അതുകൊണ്ട് തന്നെ മക്കൾക്ക് ഇഷ്ടമാണ്, മക്കൾ സപ്പോർട്ടാണ്. ഇതിലൊക്കെ ഞാൻ പറഞ്ഞിട്ട് അറിയാന്നല്ലാണ്ട് അവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. ഡിഫറെന്റ് സാധനങ്ങളാ പറയുന്നത്. ഒരെണ്ണത്തിൽ പറഞ്ഞതല്ല ഇതിൽ പറയുന്നത്, ഇപ്പം അതിൽ പറഞ്ഞതല്ല ഇപ്പൊ ഇവിടെ പറയുന്നത്. ഓരോ ഇന്റർവ്യൂസ് ഓരോ റീച്ച് കിട്ടിക്കോട്ടെ. പക്ഷെ അപ്പൊ ഞാൻ ചോദിക്കുന്നത് അറിയില്ല, നിങ്ങൾ ചോദിക്കുന്നതിന് ആ സ്പോട്ടിൽ പറയണ അപ്പൊ എനിക്ക് എന്താ തോന്നി ഞാനത് പറയണം. അത്ര ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ എനിക്ക് അപ്പൊ കയ്യിൽ കിട്ടണൊക്കെ. കല്യാണം കഴിക്കാൻ അവനെ ഇഷ്ടമാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞത് അവൻ എന്നെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ ഞാൻ നിയമപരമായിട്ട് നേരിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു കള്ളല്ല അത്. അതായത് സാജിദ പറയുന്നത് മൊത്തം കള്ളാണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളാണ്. അല്ല, ഇപ്പൊ പറഞ്ഞതൊന്നും കള്ളല്ല. നമ്മള് മറ്റേ ഇന്റർവ്യൂസിൽ പറഞ്ഞേ അതിലിപ്പോ ഞാൻ കള്ളൊന്നും പറഞ്ഞിട്ടില്ല. ഇതാക്കിയിട്ട് പോവാണ് അല്ലെങ്കിൽ ഇതാക്കണെന്ന് വെച്ചാൽ എനിക്കിപ്പോ നിയമപരമായിട്ട് നേരിടാം. അത് ഞാൻ അവനോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കുറച്ച് മുന്നേ പറഞ്ഞില്ല അങ്ങനെ ഒന്നും ചെയ്യില്ല. അതല്ല ഞാൻ എവിടെയെങ്കിലും അങ്ങനെ ചെയ്യില്ല. പക്ഷെ എനിക്ക് അതങ്ങനെ ചെയ്യാനുള്ള വകുപ്പൊക്കെ എന്റെ കയ്യിലുണ്ട്, അത്രേ ഉള്ളൂ.